شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا رب شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, നമ്മൾ സൂറത്തുൽ മുസമ്മിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1 മുതൽ 4 വരെയുള്ള ആയത്തുകളാണ് ചർച്ച. അതിൽ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയങ്ങളായ തഹജ്ജുദ് നിസ്കാരവും പരിശുദ്ധ ഖുർആനിൻ്റെ തർത്തീലനുസരിച്ചുള്ള പാരായണവും, ഇത് രണ്ടുമാണ് നമ്മുടെ വിഷയം. തഹജ്ജുദിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. തഹജ്ജുദ് പതിവാക്കുന്ന ആളുകളെ അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ പ്രത്യേകം പരിഗണിക്കും എന്നാണ്. പ്രത്യേകം പരിഗണിക്കുമെന്ന് മാത്രമല്ല, നമ്മളൊക്കെ ആശിക്കുന്ന വലിയൊരു സംഗതിയാണ് ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടത്തുക എന്നത്, അല്ലേ? അല്ലാഹു തആല ഇത്തരക്കാരെ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും എന്നും ഹദീസുകളിലുണ്ട്. നമ്മളൊക്കെ ഉറപ്പല്ലേ, ഹിസാബ് ചെയ്യപ്പെട്ട കുടുങ്ങുന്ന ഉറപ്പായ നമ്മളൊക്കെ. അപ്പോൾ ഹിസാബില്ലാതെ സ്വർഗത്തേക്കാണ് പോകാൻ കഴിയാന്ന് പറഞ്ഞാലോ വലിയ തൗഫീഖല്ലേ. അത്തരം തൗഫീഖ് ലഭിക്കുന്ന ആളുകളാണ് തഹജ്ജുദ് പതിവാക്കുന്ന ആളുകൾ. അല്ലാഹു ഞങ്ങളെ കൂടുതൽ ചേർത്തി തരണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു, നേരത്തെ നമ്മൾ പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ യഹൂദി പണ്ഡിതനായിരുന്ന ആ സ്വഹാബി, അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് എത്തിയപ്പോൾ, ആദ്യം മദീനയിലേക്ക് എത്തിയപ്പോൾ എല്ലാ ആളുകളും തങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. കൂട്ടത്തിൽ ഞാനും പോയി. എന്താണ് അവിടെ നിന്ന് പറയുന്നതെന്ന് കേൾക്കാനും ആ മുഖം കാണാനും ഒക്കെയാണ് പോകുന്നത്. ഞാൻ ആ മുഖം ഒന്ന് ശ്രദ്ധിച്ചു. അത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, സത്യത്തിൻ്റെ എല്ലാ അടയാളങ്ങളും ആ മുഖത്തുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഞാൻ ആദ്യമായി കേട്ട കാര്യം ഞാൻ ഈ പറയാൻ പോകുന്നതാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ സലാം പ്രചരിപ്പിക്കണം, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണം, കുടുംബബന്ധം ചേർക്കണം, ജനങ്ങളെല്ലാം സുഖമായി ഉറങ്ങുമ്പോൾ രാത്രി നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കണം. ഇങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് സമാധാനമായി സ്വർഗത്തിൽ പ്രവേശിക്കാം. ഈ ഒരു സംസാരമാണ് ആദ്യമായി ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേട്ടത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് ഈ ഹദീസിലുള്ളത്. സലാം പറഞ്ഞ് പ്രചരിപ്പിക്കുക, വിശക്കുന്നതിന് ഭക്ഷണം കൊടുക്കുക, കുടുംബബന്ധം ചേർക്കുക, പിന്നെ തഹജ്ജുദ് നിസ്കരിക്കുക. തഹജ്ജുദിനോട് പ്രത്യേകമായി എണ്ണി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസ്, ഖിയാമത്ത് നാളിൽ മഹ്ശറയുടെ ദിവസം ജനങ്ങളൊക്കെ എല്ലാവരെയും ഒരു സ്ഥലത്ത് അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടും. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു വിളിയാളം വരും, രാത്രി കിടക്കകളിൽ നിന്ന് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കാരം നിർവഹിച്ചിരുന്ന ആളുകൾ എവിടെ? അപ്പോൾ ഒരുപറ്റം ആളുകൾ എഴുന്നേറ്റ് മുന്നോട്ട് വരും. വളരെ കുറവായിരിക്കും അവർ എന്നാണ്. അങ്ങനെ അവർ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കും. പിന്നീട് ആണ് മറ്റുള്ള ആളുകളെ വിചാരണക്കെടുക്കുക. തഹജ്ജുദ് നിസ്കാരം അല്ലെങ്കിൽ നിസ്കരിക്കുന്ന ആ സമയം ദുആക്ക് ഏറ്റവും ഉത്തരം ലഭിക്കുന്ന സമയമാണെന്നാണ്. തഹജ്ജുദിന്റെ സമയം ദുആക്ക് ഏറ്റവും ഉത്തരം ലഭിക്കുന്ന സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയമാണ് എന്നും നമുക്കറിയാലോ, അല്ലെ? ആ സമയത്തിനൊരു ബറക്കത്തുണ്ട്. സുബഹിയുടെ തൊട്ട് മുമ്പുള്ള സമയം, അതിനൊരു ബറക്കത്തുണ്ട്. ഇനി അതിന് മുമ്പുള്ള സമയത്താണെങ്കിലും രാത്രി പകുതി ആ സമയത്താണെങ്കിലും ശരി, ഉത്തരം ലഭിക്കുന്ന സമയമാണത്. അപ്പോൾ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും, അതിപ്പോൾ ദുന്യവിയായ സംഗതിയാണെങ്കിലോ പാരത്രികമായ സംഗതിയാണെങ്കിലോ എന്ത് ചോദിച്ചാലും അള്ളാഹു ഉത്തരം നൽകുമെന്ന് മാത്രമല്ല, അങ്ങനെ ചോദിക്കുന്ന ആളുകളെ കുറിച്ച് മലക്കുകളോട് അള്ളാഹു തആല അഭിമാനം പറയുകയും ചെയ്യുമെന്ന് ഹദീസിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നൊരു ഹദീസ് ഇങ്ങനെയുണ്ട്, തീർച്ചയായും രാത്രിയിൽ ഒരു പ്രത്യേക സമയമുണ്ട്. ആ സമയത്ത് ഒരു മുസ്ലിമായ മനുഷ്യൻ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും, ദുന്യാവിലേതായാലും ആഖിറത്തിലേതായാലും അള്ളാഹു നൽകാതിരിക്കില്ല. എല്ലാ രാത്രിയിലും ആ സമയമുണ്ട് എന്നാണ്. തഹജ്ജുദിന്റെ സമയമാണത് എന്ന് പണ്ഡിതന്മാർ വ്യാഖ്യാനം നൽകുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഏറ്റവും കൂടുതൽ ദുആ സ്വീകരിക്കപ്പെടുന്ന സമയം ഏതാണ്? അതിനുള്ള മറുപടി 5 ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും രാത്രിയുടെ ഉള്ളിലും എന്നായിരുന്നു. അപ്പോൾ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആ രാത്രിയുടെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന തഹജ്ജുദിന്റെ ആ സമയം, അതും ദുആക്ക് ഉത്തരമുള്ള സമയം തന്നെയാണ്.
വേറൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, 2 ആളുകളുടെ കാര്യത്തിൽ അള്ളാഹു അത്ഭുതം കൂറും എന്നാണ്. അതായത് കൊടും തണുപ്പുള്ള രാത്രിയിൽ എഴുന്നേറ്റ് വുളൂ ചെയ്ത് നിസ്കാരത്തിന് നിൽക്കുന്ന ആളാണ് ഒരാൾ. ആളെ കാണുമ്പോൾ അള്ളാഹു മലക്കുകളോട് പറയുമത്രേ, മലക്കുകളെ നിങ്ങൾ കണ്ടില്ലേ, എൻ്റെ അടിമയെ കണ്ടില്ലേ, വിരിപ്പും പുതപ്പും ഭാര്യയും ഒക്കെ അവരൊക്കെ വിട്ട് ഇവന് എൻ്റെ പ്രതിഫലം മാത്രം മോഹിച്ച് നിസ്കരിക്കുന്നത് കണ്ടില്ലേ, ഞാൻ അവന് ചോദിച്ചതൊക്കെ കൊടുക്കും, അവൻ പേടിക്കുന്നതിൽ നിന്നെല്ലാം ഞാൻ അവനെ നിർഭയനാക്കുകയും ചെയ്യും. ഇപ്പോൾ ഇങ്ങനെ ഇതിനൊക്കെ പുറമെ ഇപ്പോൾ ദുന്യവിയായ കുറേ നേട്ടങ്ങളും തഹജ്ജുദ് കൊണ്ടുണ്ട്. നമ്മുടെ രോഗങ്ങൾ വരാതിരിക്കാൻ, നമ്മുടെ തെറ്റുകൾ പൊറുക്കാൻ നല്ല മാർഗം കൂടിയാണ് തഹജ്ജുദ് നിസ്കാരം എന്നും പണ്ഡിതന്മാർ പറയുന്നു. രോഗങ്ങൾ വരാതിരിക്കാനും പാപങ്ങളൊക്കെ പുറത്തു കിട്ടാനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾ തഹജ്ജുദ് നിസ്കാരം പതിവാക്കണം, കാരണം അത് മുമ്പുള്ള സജ്ജനങ്ങളായ ആളുകളുടെ നടപടിക്രമമാണ്. അതോടൊപ്പം രക്ഷിതാവായ അള്ളാഹുവിലേക്ക് കൂടുതൽ നിങ്ങൾ അടുപ്പിക്കുന്നതാണ്, നിങ്ങളുടെ തെറ്റുകൾ പൊറുപ്പിക്കുന്നതാണ്, നിങ്ങളെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് തടയുന്നതാണ്, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് രോഗങ്ങളെ ആട്ടിപ്പായിപ്പിക്കുന്നതും ആണ്, ആട്ടിയകറ്റുന്നതുമാണ്. ഇമാം തൊബ്രാനിയും അഹ്മദും റഹ്മത്തുള്ളാഹി അലൈഹിമ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് അവരുടെ കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ദമ്പതികളായ ആളുകൾ രാത്രി എഴുന്നേറ്റ് ഇങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കുന്നതിന് വളരെ പുണ്യമുണ്ട് എന്നാണ്. അങ്ങനെ നിസ്കരിക്കുന്നവരുടെ കുടുംബജീവിതത്തിൽ ഐശ്വര്യമുണ്ടാവുമെന്നും ബറക്കത്തുണ്ടാവുമെന്നും അവരുടെ മക്കൾ സ്വാലിഹ്യങ്ങളാവുമെന്നും അവർ പോലും വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അവർക്ക് വേണ്ടതെല്ലാം അള്ളാഹു കൊടുക്കുമെന്നും മഹാന്മാരായ ഉലമ വിവരിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ വിശിഷ്ടരായ അടിമകളിൽ അത്തരം ദമ്പതികളെ മലക്കുകൾ രേഖപ്പെടുത്തുമെന്നും ഹദീസിൽ കാണാം. അബൂ മാലിക് അൽ അശ്അരി എന്ന മഹാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറയുന്നു, ദമ്പതികൾ 2 പേരും ഒരുമിച്ച് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുകയും ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്താൽ അവർ 2 പേരുടെയും എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. ദിക്ർ ചൊല്ലുന്നവരിൽ അല്ലാഹു അവരെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഈ കുടുംബജീവിതത്തിലൊക്കെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളുള്ള ആളുകൾ, അല്ലെങ്കിൽ വീട്ടുകളിൽ പ്രശ്നങ്ങളുള്ള ആളുകൾ, മക്കളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, പിന്നെ ദാമ്പത്യ ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, അവരൊക്കെ ഇങ്ങനെ ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുക, അതേപോലെ ഇങ്ങനെ ഒരുമിച്ച് തഹജ്ജുദ് നിസ്കരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിൽ പ്രത്യേകം പ്രതിഫലമുണ്ട്. പിന്നെ അള്ളാഹു അവർക്ക് അറിയാത്ത രൂപത്തിലൂടെ അവരുടെ കാര്യങ്ങൾ പരിഹരിച്ചു കൊടുക്കും, പ്രത്യേകമായി ബർക്കത്ത് കൊടുക്കും, ദാക്കിര്യങ്ങൾ അവർ ഉൾപ്പെടുത്തും എന്നൊക്കെ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ഈ എല്ലാ ചികിത്സകളും നടക്കുമ്പോൾ നമ്മൾ ഇത്തരം ചികിത്സകൾ ആദ്യം നടത്തി നോക്കാം. നമ്മളിപ്പോൾ എന്തെങ്കിലും വിഷയങ്ങളുണ്ടായാൽ വേറെ ഉസ്താദുമാരത്തോ തങ്ങന്മാരത്തോ വണ്ടി പോവുക ചെയ്യുക, പോകണ്ടെന്നല്ല പറഞ്ഞു. പക്ഷെ അതിന് മുമ്പ് നമ്മൾ നമ്മളുടെ റബ്ബുമായുള്ള ബന്ധം നന്നാക്കാൻ ശ്രമിച്ച് ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധിച്ചാൽ, ദിക്റുകൾ കൂടുതൽ ചൊല്ലിയാൽ, ഖുർആൻ ഓതിയാൽ, നിസ്കാരമൊക്കെ ഇങ്ങനെ നിർവഹിച്ചാൽ, നമ്മുടെ ആ ഇബാദത്തുകൾ ഒന്നുകൂടെ പെർഫെക്റ്റ് ആക്കിയാൽ അല്ലാഹു തആല നമ്മുടെ കാര്യങ്ങൾ പരിഹരിച്ചു തരും. ആ ചികിത്സയും കൂടെ നമ്മൾ സ്വന്തം ചെയ്യണം. മറ്റുള്ളവരെ മാത്രം ആശ്രയിക്കാതെ എല്ലാത്തിൻ്റെയും മരുന്ന് നമ്മുടെ കയ്യിലുണ്ട്. ഇങ്ങനെയൊക്കെ വളരെ പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പ്രതിഫലമുണ്ട് ദമ്പതികളുടെ നിസ്കാരത്തിന് എന്നതുകൊണ്ടാണ് പരസ്പരം വിളിച്ചുണർത്തണം എന്ന് ഹദീസിൽ പറഞ്ഞത്, അല്ലേ? അങ്ങനെ വിളിച്ചുണർത്തുന്ന ആളുകൾക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. അബൂ ഹുറൈറ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. ഇമാം അബൂ ദാവൂദ് തങ്ങൾ കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താണ് ഹദീസ്? റഹിമല്ലാഹു റജുലൻ ഖാമ മിനൽ ലൈൽ, രാത്രി എഴുന്നേറ്റ ഒരാൾക്ക് അള്ളാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ. ഫസല്ല, രാത്രി എഴുന്നേറ്റ ആൾ നിസ്കരിച്ചു. എന്നിട്ട് വഅയ്ഖള ഇംറഅതഹു, തൻ്റെ ഭാര്യയെ അദ്ദേഹം വിളിച്ചുണർത്തുകയും ചെയ്തു. ഫഇൻ അബത്, ഇനി അവൾ എഴുന്നേൽക്കാൻ തയ്യാറായില്ലെങ്കിൽ നളഹ ഫി വജ്ഹിഹൽ മാ, കുറച്ച് വെള്ളം എടുത്ത് അവളെ മുഖത്ത് തെളിച്ചു. അങ്ങനെ ചെയ്യുന്ന ഒരാണിന് അല്ലാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ. അതേപോലെ പെണ്ണിന് വേണ്ടി ദുആ ചെയ്തു. റഹിമല്ലാഹു ഇംറഅതൻ, ഒരു പെണ്ണിനും ഒരു ഭാര്യക്കും അല്ലാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ. ഖാമത്ത്, അവൾ എഴുന്നേറ്റു. മിനൽ ലൈലി, രാത്രിയിൽ. ഫസല്ലത്ത്, അങ്ങനെ നിസ്കരിച്ചു. വഅയ്ഖളത്ത് സവജഹ, തൻ്റെ ഭർത്താവിനെ എഴുന്നേൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ വിളിച്ചപ്പോൾ അയാൾ നീച്ചനില്ല. ഫഇൻ അബ, അയാൾ എണീക്കാതിരിക്കുകയാണെങ്കിൽ നളഹത് ഫി വജ്ഹിഹിൽ മാ, കുറച്ച് വെള്ളം എടുത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് എഴുന്നേൽക്കാൻ വേണ്ടി തെളിക്കുകയും ചെയ്താൽ ആ പണി ചെയ്ത പെണ്ണിനും അത് ചെയ്യുന്ന ആണിനും അല്ലാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഇങ്ങനെ കുടഞ്ഞാൽ പെട്ടെന്ന് എഴുന്നേൽക്കുമല്ലോ. ഒന്നായിട്ടൊരു ബക്കറ്റ് വെള്ളം കൊടുത്ത് മുഖത്ത് കൂടി ഒഴിച്ചാൽ എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ചെറുതായിട്ടൊന്ന് കുടയാ, വെള്ളം ഒന്നായിട്ട് ഒഴിച്ചാൽ പാടി കിട്ടും. അപ്പോൾ ഇങ്ങനെ എഴുന്നേൽപ്പിക്കുന്നതിന് വരെ പുണ്യമുണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ മാത്രം നിൽക്കരിച്ചിട്ട് നമ്മളെ കാര്യം മാത്രം നോക്കുക എന്നല്ല, പെണ്ണുങ്ങളും കൂടി എഴുന്നേൽപ്പിക്കുക. പെണ്ണാണ് എണീക്കുന്നത് എങ്കിൽ ഭർത്താവിനെ എഴുന്നേൽപ്പിക്കുക. മക്കളാണെങ്കിൽ മക്കളെ അതിന് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയുന്ന മക്കളെ അവരതിനെ എഴുന്നേൽപ്പിക്കുക, ചെറുപ്പത്തിൽ ശീലിപ്പിക്കുക. അതൊക്കെ
വലിയ കൂടിയുള്ള കാര്യമാണ്. ഈ റഹിമ എന്ന് പറഞ്ഞ ആ ദുആന്റെ ഉള്ളിൽ വരുന്ന സംഗതിയാണെന്ന് മനസ്സിലാക്കുക. തഹജ്ജുദിന്റെ സമയം നമ്മൾ ഏത് കാര്യവും ചോദിക്കുക എന്ന് പറഞ്ഞല്ലോ. ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ടത് ഇസ്തിഗ്ഫാറാണ്. പാപമോചനത്തിൻ്റെ വഴികൾ തേടുകയാണ് വേണ്ടത്. അതിനുള്ള ദുആകളാണ് കാര്യമായി നമ്മൾ ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് പ്രത്യേകമായി ദുആ ചെയ്തിരുന്ന ഒരു ദുആ ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ വളരെ പെർഫെക്റ്റായ ഒരു ദുആയാണിത്. അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൻത ഖയ്യിമുസ് സമാവാതി വൽ അർദ് വമൻ ഫീഹിന്ന വലക്കൽ ഹംദു ലക മുൽക്കുസ് സമാവാതി വൽ അർദ് വമൻ ഫീഹിന്ന വലക്കൽ ഹംദു അൻത നൂറുസ് സമാവാതി വൽ അർദ് വമൻ ഫീഹിന്ന വലക്കൽ ഹംദു അൻത മലിക്കുസ് സമാവാതി വൽ അർദ് വമൻ ഫീഹിന്ന എന്നിങ്ങനെ പറഞ്ഞിട്ട് ഒരു 2, 3, 4, 5 ലൈനുള്ള ഒരു ദുആയാണിത്. ഇൻഷാ അല്ലാഹ് അത് ഈ ക്ലാസിൻ്റെ കൂടെ ഞാൻ ഇതിൽ വിടുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അതിൽ പ്രധാനമായി പറയുന്നത് അള്ളാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹുവാണ് ആകാശഭൂമികളുടെ നിയന്താവെന്ന് സമ്മതിക്കുകയും റബ്ബിന് സർവ്വസ്തുതികളും അർപ്പിക്കുകയും എല്ലാ ആകാശഭൂമികളുടെ പ്രകാശവും എല്ലാറ്റിൻ്റെയും ഉടമസ്ഥതയും റബ്ബെ നിനക്കാണ് എന്ന് പറഞ്ഞ് റബ്ബിനെ സ്തുതിച്ചതിന് ശേഷം അള്ളാഹുവിനോട് പറയുകയാണ്, റബ്ബെ നിന്റെ വാഗ്ദത്തമൊക്കെ സത്യമാണ്, നിന്നെ കാണണം എന്നതും സത്യമാണ്, നീ പറഞ്ഞത് സത്യമാണ്, സ്വർഗം നരകം സത്യമാണ്, അതൊക്കെ കൊണ്ട് ഞാൻ നിന്നെ പരിപൂർണമായി നിനക്ക് കീഴൊതുങ്ങി, നിന്നെ ഞാൻ വിശ്വസിച്ചു, നിന്നെ ഞാൻ ഭരമേൽപ്പിച്ചു, നിന്റെ അടുത്തേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങി വരികയാണ്, എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നിലേക്ക് ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ അവസാനം ഫഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അലൻതു, ഞാൻ മുമ്പ് ചെയ്തത്, ഞാൻ പിന്തി ചെയ്തത്, ഞാൻ രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത് എല്ലാം പുറത്തു തരണം എന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുകയാണ്. وأنت المؤخر لا وأنت المقدم وأنت المؤخر لا إله إلا أنت لا ولا إله غيرك ولا حول ولا قوة إلا بالله. ഇതാണ് ആ ദുആയുടെ അവസാന ഭാഗം. ഇങ്ങനെ അള്ളാഹുവിന് പരിപൂർണമായി കീഴൊതുങ്ങി റബ്ബിനെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ പരമാവധി താഴ്മയോടുകൂടെ അള്ളാഹുവിന് മുമ്പിൽ ദുആ ചെയ്യുന്ന ദുആ ഇൻഷാ അല്ലാഹ് അത് ശീലിക്കുക. പിന്നെ തഹജ്ജുദ് നമുക്ക് നഷ്ടപ്പെടുന്നു എന്ന് പല ആളുകളും പറയാറുള്ള ഒരു വിഷയം, അതിന് പ്രധാനപ്പെട്ട കാരണം നമുക്കൊരു 3-4 ക്രോഡീകരിച്ച് പറയാം. ഒന്ന്, ആഖിറത്തിലുള്ള നമ്മുടെ അവസ്ഥകളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ആഖിറത്തിലുള്ള ഭയാനതകളെക്കുറിച്ചുള്ള നമ്മുടെ ചിന്താക്കുറവ്. നമ്മൾ ദുന്യാവിൻ്റെ കാര്യങ്ങൾക്ക് മുൻഗണന നൽകി ആഖിറം മറക്കുകയാണ്. ഒന്നാമത്തെ അതാണ് തഹജ്ജുദ് നഷ്ടപ്പെടാനുള്ള കാരണം. 2, പിന്നെ ഭൗതികമായ സംസാരങ്ങളും ആവശ്യമില്ലാത്ത കുറേ വർത്തമാനങ്ങളും ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കുക, ആവശ്യമില്ലാത്ത ചാറ്റ് ചെയ്യുക, വർത്തമാനം പറയുക, എഴുതി വിടുക, ഷെയർ ചെയ്യുക, പോസ്റ്റ് ചെയ്യുക, ഇതൊക്കെ തന്നെയാണ് ഈ ആവശ്യമില്ലാത്തതിൽ മുഴുകുക എന്നതാണ് മറ്റൊരു കാരണം. അതേപോലെ തന്നെ പകലിൽ വല്ലാതെ കഠിനാധ്വാനം ചെയ്ത് അവയവങ്ങൾ ക്ഷീണിക്കുക, തളരുക. ആകെ ക്ഷീണിച്ച് വന്നാൽ പിന്നെ ചിലപ്പോൾ തഹജ്ജുദിന് എഴുന്നേൽക്കാൻ കഴിഞ്ഞോണമെന്നില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യുക, നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കുക, എന്നാൽ അതിന് പരിഹാരമായി നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ധാരാളം ഭക്ഷണം, ഓവർ തീറ്റ, പ്രത്യേകിച്ച് രാത്രിയിൽ, അത് ഉറക്കം നമ്മളെന്താകും ക്ഷണിച്ചു വരുത്തുകയും ക്ഷീണം വരികയും അങ്ങനെ തഹജ്ജുദ് നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരവസരം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. ഇനി നമുക്കിതിൻ്റെ അടുത്ത ഭാഗമായ ഖുർആൻ്റെ തർത്തീൽ എന്നത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.